ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹിസ്ബുള്ള ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ തെക്കൻ ബൈറൂത്തിലെ ദാഹിയയിലുണ്ടായ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുള്ള മേധാവിയും ഉണ്ടായിരുന്നുവെന്നാണ് ഹിസ്ബുള്ള ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 പതിറ്റാണ്ടായി ഹിസ്ബുള്ളയുടെ തലവനാണ് ഹസൻ നസ്രുള്ള. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ കെട്ടിട സമുച്ചയം തകർത്തത്. 6 കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നു. ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ വ്യോമാക്രമണത്തിൽ ലബനാനിലെ 140 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് ബെയ്റൂത്തിൽ നിന്ന് ആയിരങ്ങളാണ് വീടൊഴിഞ്ഞു പോയത്. BK സുഹൈൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹസൻ നസ്രുള്ളയുടെ ഈ കൊലപാതകം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പറഞ്ഞത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പറേഷനുകളിൽ ഒന്നാണ് ഇത് എന്നുള്ളതാണ്. ഇസ്രായേലി ചരിത്രത്തിൽ അത് ഏറ്റവും പ്രധാനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം 2006 ഇസ്രായേലി സേന തോറ്റു പിന്മാറിയത് ഈ ഹസൻ നസ്രുള്ളയുടെ സൈന്യത്തിന് മുമ്പിലായിരുന്നു. അപ്പോൾ ഒരു അറബ് ദേശവുമായി അല്ലെങ്കിൽ ഒരു അറബ് സൈന്യവുമായി ഇസ്രായേലിന് അങ്ങനെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അത് ഹിസ്ബുള്ളയോട് മാത്രമാണ്. അപ്പോൾ അത്രയും വലിയ പരാജയം സമ്മാനിച്ച ഹസൻ നസ്രുള്ളയെ അവർക്ക് വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വലിയൊരു അധ്യായമായി തന്നെ അവർ കുറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇത് ഇപ്പോൾ ഹസൻ നസ്രുള്ളയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ ഹസൻ നസ്രുള്ളയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന മുഴുവൻ കമാൻഡർമാരെയും സൈനിക നേതൃത്വത്തെയും മൊസാദും IDF-ഉം ചേർന്നുകൊണ്ട് വധിച്ചില്ലാതെയാക്കി കളഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ നമുക്കിത് കാണേണ്ടി വരും. ഇത് ഇവിടെ നിന്ന് മാത്രം തുടങ്ങുന്നതല്ല. നേരത്തെ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ വധിക്കുന്നു. അതിനു മുമ്പ് ഇബ്രാഹിം റയീസി കൊല്ലപ്പെട്ടത് മൊസാദിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമാണ് എന്നുള്ള ആരോപണം ഉയർന്നു. അപ്പോൾ ഇറാനെയും ഇറാൻ്റെ പ്രോക്സി സംഘടനകളെയും ഒന്നാകെ ഇസ്രായേലും മൊസാദും വളഞ്ഞിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏറ്റവും പ്രധാനം അവരുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് എന്താണ് ഇറാൻ ചെയ്യാൻ വിചാരിക്കുന്നത്, ഇറാൻ്റെ പ്ലാൻ എന്തൊക്കെയാണ്, ഇറാൻ്റെ സൈന്യം എവിടെയൊക്കെയാണുള്ളത്, അവരുടെ രഹസ്യാന്വേഷണ സംഘങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും നേരത്തെ തന്നെ മൊസാദ് കൈക്കലാക്കിയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കണം. എങ്ങനെയാണ് ഇസ്മായിൽ ഹനിയെ വധിച്ചത്? ഏറ്റവും ശ്രദ്ധേയമായ ഒരിടത്ത് വെച്ചുകൊണ്ട് ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് എങ്ങനെയാണ് VIP-കൾക്ക് സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ആളുകൾക്കിടയിലൂടെ കണ്ണുവെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഓപ്പറേഷൻ നടത്തിയത് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം പേജർ വാക്കി ടോക്കി ആക്രമണങ്ങളിലൂടെ എന്താണ് ലബനാനുള്ളിലേക്ക് എങ്ങനെയാണ് മൊസാദ് കയറിക്കൂടിയത് എന്നുള്ള കാര്യവും നമ്മൾ കണ്ടു. അപ്പോൾ ഈ 2 സംഭവങ്ങളിലൂടെ ഇറാൻ്റെയും ഇറാൻ്റെ പ്രോക്സി സംഘടനകളുടെയും ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള അനങ്ങുന്നത് എവിടെയാണ്, എന്തൊക്കെയാണ് അവരുടെ നേതാക്കളുടെ പരിപാടികൾ എന്നതടക്കം അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബൈറൂത്തിലെ ദാഹിയ എന്ന് പറയുന്ന പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ കമാൻഡ് സെൻറ്ററിലേക്ക് അവരുടെ നേതാവ് ഹസൻ നസ്രുള്ള എത്തിയെന്ന വിവരം ലഭിച്ച ആ ഘട്ടത്തിൽ തന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിമാരക ശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹസൻ നസ്രുള്ളയെ അവർ വധിക്കുന്നത്. അപ്പോൾ ഈ ഹസൻ നസ്രുള്ളയെ വധിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലി യുദ്ധ ക്യാബിനറ്റിൽ തന്നെ ഒരു വിഭാഗം ഹസൻ നസ്രുള്ളയെ വധിക്കണമെന്നും മറ്റൊരു വിഭാഗം വധിക്കേണ്ടതില്ല എന്ന നിലപാടിലുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് UN ജനറൽ അസംബ്ലിയിൽ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സംസാരിക്കുന്നത്. ഈ സംസാരത്തിന് ശേഷമാണ് നെതന്യാഹു ഈ വിഷയത്തിൽ ഒരു ഉത്തരവിട്ടത്, തൻ്റെ മനം തുറന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇത്രയും വലിയൊരു ആക്രമണം നടത്തുമ്പോൾ, ഒരു വലിയ വിജയപ്രഖ്യാപനമായി ഇക്കാര്യങ്ങളെല്ലാം കൊണ്ടാടുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇത് ആത്യന്തികമായി ഇസ്രായേലിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഒരു പ്രതിരോധ സേനയിലെ ഒരു നേതാവ് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള പ്രതിരോധ ചരിത്രത്തിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ ഒരു പുതിയ കാര്യമേ അല്ല. നമുക്കറിയാം, ഹമാസിൻ്റെ മുഴുവൻ നേതാക്കളെയും ഇസ്രായേൽ വധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഖ് യാസിർ മുതൽ അഹമ്മദ് റന്തീസി മുതൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇറാനിലെ കൊലപാതകങ്ങൾ വരെയുള്ള കാര്യങ്ങൾ, ആ കൊലപാതകങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടത് ഹമാസിൻ്റെ നേതാക്കളെ കൊലപ്പെടുത്തുന്നതാണ്. പക്ഷേ അവിടെയൊന്നും ഹമാസ് തളരുകയല്ല ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ചാരപ്രവർത്തനത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നറിഞ്ഞുകൊണ്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം യഹ്യ സിൻവാറും അതിനുശേഷമുണ്ടായ ഒക്ടോബർ 7 ആക്രമണങ്ങളുമെല്ലാം എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ
സുരക്ഷാ സംവിധാനങ്ങളെയും ഇസ്രായേലിൻ്റെ കണ്ണുകളെയും വെട്ടിച്ചുകൊണ്ട് അതെങ്ങനെ മുന്നോട്ട് പോകാം എന്നതിൽ അവർ കഴിവാർജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഹസൻ നസ്രുള്ളയുടെ പ്രസ്ഥാനമായ ഹിസ്ബുള്ള ഉണ്ടാകുന്നത് തന്നെ 1982 കാലയളവിലെ ലബനാൻ അധിനിവേശമായിരുന്നു, ഇസ്രായേലിൻ്റെ അധിനിവേശമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അധിനിവേശത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു മുന്നണിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയുടെ മുമ്പുള്ള നേതാവ് കൊല്ലപ്പെട്ട അബ്ബാസ് അൽ മൂസവി കൊല്ലപ്പെട്ടതും ഇതേപോലെ തന്നെയായിരുന്നു, ഇസ്രായേലിൻ്റെ ആക്രമണത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേതാവിൻ്റെ പിന്തുടർച്ചക്കാരനായി വന്ന വ്യക്തിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ഹസൻ നസ്രുള്ള 1992. അപ്പോൾ അതിനുശേഷമാണ് കൂടുതൽ കരുത്താർജിക്കുകയും അതിനേക്കാൾ പുതിയൊരു നേതാവായി ഹസൻ നസ്രുള്ള ഉയർന്നു വരികയും ഈ ഹിസ്ബുള്ള തന്നെ അതിനേക്കാൾ ശക്തിയാർജിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത ഹിസ്ബുള്ളയുടെ നീക്കം എന്ന് പറയുന്നത് ആരാണ് ഹിസ്ബുള്ളയുടെ പുതിയ മേധാവി എന്നും കമാൻഡർമാർ ആരാണ് എന്നും പുറത്തേക്ക് പറയാതിരിക്കാവുന്ന തരത്തിലുള്ള ഒരു പുതിയ സ്ട്രാറ്റജി രൂപീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം ഇസ്രായേലിനും ഇസ്രായേലിലെ ചാരക്കണ്ണുകൾക്കും നിരീക്ഷിക്കാൻ അത്തരമൊരു സംവിധാനത്തെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഹിസ്ബുള്ള എത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഏതായിരുന്നാലും ഇത്രയും വലിയ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്, അതേപോലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിജീവികളാണ് ഈ ഇസ്രായേലിന് പിന്നിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ചാരസംഘങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ മൗഢ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇസ്രായേൽ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമായി പുറത്തേക്ക് പറയുന്നത് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ഇസ്രായേലിനുള്ളിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ആത്യന്തികമായി ഈ ചാരപ്രവർത്തനങ്ങളുടെയും ഇത്രയും വലിയ ബുദ്ധിയുടെയും എല്ലാം പിന്നിലുള്ള ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ അത് പൂർത്തീകരിക്കാൻ, ആ സമാധാനത്തോടു കൂടി ഇസ്രായേൽ രാജ്യം നിലനിൽക്കുക എന്നുള്ളത്, ആ ലക്ഷ്യത്തിന് ഇതെല്ലാം എത്രത്തോളം ഉപകാരപ്പെടും അല്ലെങ്കിൽ എത്രത്തോളം ഈ കാര്യങ്ങൾ അതിനെ ബാധിക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു മണ്ടൻ രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയുക. കാരണം 41,000-ഓളം ആളുകളെ തൊട്ടടുത്തുള്ള ഗസയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ലബനാനിലേക്ക് കടന്നിരിക്കുന്നു. ലബനാനിൽ 700-ഓളം ആളുകളെ കൊലപ്പെടുത്തി. അതിൽ സാധാരണക്കാരുണ്ട്, കുട്ടികളുണ്ട്, ഹിസ്ബുള്ളയുടെ നേതാക്കളുണ്ട്. ഈ ആളുകളെല്ലാം കൊലപ്പെടുത്തിയതിന് ശേഷം സ്വസ്ഥതയോടുകൂടി ആ അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് ജീവിക്കാൻ ഇസ്രായേലിന് സാധിക്കും എന്ന് പറയുന്നത് ഇത്രയും മൊസാദിനെ പോലെയുള്ള വലിയ സംവിധാനങ്ങളുണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, അതേപോലെ തന്നെ ലോകത്തെ ഭരിക്കുന്ന ബുദ്ധിയുണ്ട് എന്നെല്ലാം പറയുന്ന ഇസ്രായേലിന് ഇത്രയും വലിയൊരു മണ്ടത്തരം ചെയ്തുകൊണ്ട് ഭാവിയിൽ ഇനി ഇസ്രായേൽ നിലനിൽക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നത് വലിയ മൗഢ്യമാണ്. കാരണം 41,000 ആളുകൾ കൊല്ലപ്പെട്ടവർ, അവരുടെ മക്കൾ, അവരുടെ പേരമക്കൾ, ഇവരെല്ലാവരും തന്നെ പുതിയൊരു മുന്നണിയായി രൂപപ്പെടും എന്നുള്ള കാര്യവും ഇസ്രായേലിനുള്ളിൽ തന്നെയുള്ള നിരവധി ആളുകൾ പറയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഒരു മേധാവിയെ കൊലപ്പെടുത്തുന്നു, നിരവധി ആളുകളെ ലബനാനിൽ കൊലപ്പെടുത്തുന്നു, ലബനാനിൽ മറ്റൊരു തരത്തിലുള്ള വംശഹത്യക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ലബനാനിൽ നിന്ന് ഇനി ഉയർന്നു വരാൻ പോകുന്ന പുതിയ പ്രതിരോധ സംഘങ്ങൾ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ, ഇപ്പോഴുള്ള വാക്കി ടോക്കി ആക്രമണങ്ങളും അതേപോലെ തന്നെ ഹമാസ് മേധാവികളെ കൊലപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇറാനും ഇറാൻ്റെ പ്രോക്സി സംഘടനകളും പഠിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഇസ്രായേലിന് പുതിയ ഭീഷണികൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇറാനും അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഇപ്പോൾ പുതിയൊരു യുദ്ധത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇറാൻ ആണവായുധം പ്രയോഗിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകളെക്കാൾ പ്രസക്തം ഇപ്പോൾ ഇറാൻ ആ തരത്തിലേക്കുള്ള നീക്കങ്ങളൊന്നും നടത്തേണ്ടതില്ല എന്നും പുതിയ യുദ്ധം ഇപ്പോൾ തുറക്കേണ്ടതില്ല എന്നുമാണ് ഇപ്പോൾ ഇറാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇറാൻ കണക്ക് കൂട്ടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അവധാനതയോടുകൂടി മാത്രം കാര്യങ്ങൾ നേരിടുക, വളരെ കരുതി കൂട്ടിക്കൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നതിലേക്കാണ് ഇറാൻ്റെ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇറാൻ്റെ ഈ അധിനിവേശത്തിനെതിരായിട്ടുള്ള സയനിസ്റ്റ് നിലപാടുകൾക്കെതിരെ വലിയ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഉയർന്നു വരും. സ്വാഭാവികമായും അതും വരും ദിവസങ്ങളിൽ ഇറാൻ്റെ തന്നെ ഉറക്കം കെടുത്തും എന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഒക്ടോബർ 7 ആക്രമണം വന്നതിന് ശേഷം 1,00,000-ഓളം ആളുകൾ ഇസ്രായേലിൽ നിന്ന് സ്വസ്ഥതയില്ലാത്തത് കാരണം പുറം രാജ്യങ്ങളിലേക്ക് പോയി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം ആളുകൾ അതിർത്തിയിൽ നിന്ന് മാറി താമസിക്കുകയാണ്, വടക്കൻ ഇസ്രായേലിലുള്ള ആളുകൾ. ബാക്കിയുള്ള വലിയൊരു വിഭാഗം സൈന്യത്തെ അവർക്ക് നഷ്ടമായി. സൈനികരിൽ വലിയൊരു വിഭാഗം അംഗവിച്ഛേദം ചെയ്യപ്പെട്ട ആളുകളാണ്, മാനസികമായി വിഭ്രാന്തിയിലുള്ള ആളുകളാണ്. ഇസ്രായേലി ജനതയിൽ തന്നെ വലിയൊരു വിഭാഗം ഈ പലതരത്തിലുള്ള മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും യുദ്ധം തുറന്നു കൊണ്ടുപോകാനും അതേപോലെ തന്നെ വംശഹത്യ തുടരാനുമാണ് നീക്കമെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ അസ്തിത്വം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത്. SBK സുഹൈലാണ് വിശദമായി കാര്യങ്ങൾ പറഞ്ഞത്. MC നാസർ കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നാസർ, ഇപ്പോൾ ഈ പുതിയ വിവരങ്ങൾ വന്നതിന് ശേഷമുള്ള ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടു എന്ന വിവരം സ്ഥിരീകരിച്ചതിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ്?
ഇറാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? സംയമനം പാലിക്കുക എന്നുള്ളൊരു നിലപാടാണോ ഇപ്പോൾ സ്വീകരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇറാന്റെ അടുത്ത നീക്കം എന്നത് വളരെ പ്രധാനമായിരിക്കും. കാരണം ഈ മേഖലയിൽ ഇപ്പം സിറിയ എടുത്താലും യമൻ എടുത്തു കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ഇറാഖിലെ മിലീഷ്യ വിഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇതിനൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു നീക്കം നടത്താൻ എത്ര കണ്ട് ഇറാന് സാധിക്കും നിലവിലുള്ള സാഹചര്യത്തിൽ അത്തരം ഒരു നീക്കം അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള സ്വാഭാവികമായിട്ടുള്ള ആശങ്കകൾ ഗൾഫ് മേഖലയിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കും, നേരത്തെ സദ്ദാമിന്റെ കുവൈറ്റ് അധിനിവേശം, അതിനു മുമ്പ് നടന്ന ഇറാഖിന്റെ 8 വർഷത്തിലധികം നീണ്ട യുദ്ധം, തുടർന്ന് പിന്നെ ഇറാഖ് അധിനിവേശം അമേരിക്ക നടത്തിയത്, ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന കാരണങ്ങൾ, അതോടൊപ്പം തന്നെ നീണ്ടകാലം നിലനിന്ന യമനിലെ ഹൂത്തികൾക്കെതിരായിട്ടുള്ള യുദ്ധം, ഇതൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്ന ആ കാലുഷ്യങ്ങൾ മാറുന്നതിന് മുമ്പാണ് ഒരു പുതിയ പ്രതിസന്ധിയെ കൂടി ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഏത് സ്വഭാവത്തിലുള്ള ഏത് രീതിയിലുള്ള ഒരു സമീപനം ആയിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നത് തന്നെ വളരെ പ്രധാനമാണ്. കാരണം ഹിസ്ബുല്ലയുടെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെടുമ്പോൾ നിസ്സംഗമായിട്ട് അതിന്റെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാൻ നോക്കി നിൽക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും പ്രതികൂലമായിട്ടുള്ള കുറെ സാഹചര്യങ്ങളിലൂടെ ഇറാൻ എന്ന രാജ്യവും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുടക്കം അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു തിരിച്ചടിയിൽ മാത്രം ഇത് പരിമിതപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു കരയുദ്ധത്തിന്റെ ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നത്. 3 ഡിവിഷൻ സൈന്യത്തെ അതിനായിട്ട് ഒരുക്കി നിർത്തിയിട്ടുമുണ്ട്. അപ്പൊ അതുകൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രത്യാഘാതം നമ്മൾ കരുതുന്നതിനേക്കാളും അപ്പുറത്തേക്ക് പോകാനുള്ള വലിയ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ചില നയതന്ത്ര ദൗത്യങ്ങളൊക്കെ ഇപ്പൊ പിന്നിട്ട ദിവസങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഹസൻ നസ്രുള്ളയുടെ വധത്തോടുകൂടി അത്തരം സാധ്യതകൾ പൂർണ്ണമായിട്ട് സ്തംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെയും ഇപ്പോൾ തിരശ്ശീലയ്ക്ക് പുറകിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നയതന്ത്ര ദൗത്യങ്ങളുടെ ഒരു ശൂന്യത നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സൈനികമായിട്ട് എത്ര കണ്ട് മുന്നോട്ട് പോകും, അത് ഈ മേഖലയെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നത് ഉൾപ്പെടെയുള്ള സ്വാഭാവികമായിട്ടുള്ള ആശങ്കയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഗൾഫ് മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രേഷ്മ. ശരി നാസർ, ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനാനിൽ ഇസ്രായേൽ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങളൊക്കെ സ്ഫോടനങ്ങളൊക്കെ നടത്തിയിരുന്നു. നിരവധി പേർ അതിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ലബനാനിൽ ആക്രമണം കേന്ദ്രീകരിക്കുന്ന ഇസ്രായേലിനെയാണ് കണ്ടത്. വ്യോമാക്രമണം ശക്തമാണ്. ഒരു ദിവസം 500-ലധികം പേർ മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആശങ്ക, ഈ വ്യോമാക്രമണം ഒരു കരയുദ്ധത്തിലേക്ക് മാറുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള തലവനെ വധിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നത്. ഇക്കാര്യം ഹിസ്ബുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു MC നാസറും BK സുഹൈലും.